ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്. വീട്ടിലുണ്ടാക്കുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പം അതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ റവ 2 മിനിറ്റ് നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാം. അങ്ങനെ ഇത് 2 മിനിറ്റ് ആകുമ്പോൾ റവയുടെ കളറെല്ലാം മാറി നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയം നമുക്ക് തിളപ്പിച്ച 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് ഫുള്ള് പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സോഫ്റ്റ്നെസ് റവക്ക് കിട്ടൂല കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിക്കായി വരുന്നവരെ സോട്ട് ചെയ്യാം. ഈ സമയം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമ്മുടെ ഫ്രൈ പാനിൽ നിന്ന് ഈ റവ ഇളകി വരുന്നവരെ നമുക്ക് സോട്ട് ചെയ്യാം. അങ്ങനെ ഇതാ റവ നമ്മുടെ ഫ്രൈ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് റവ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി റവയുടെ ചൂട് ഏകദേശം മാറി വരുമ്പം നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ 1/2 കപ്പ് റവ കൊണ്ട് ഇത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഡെസേർട്ടിന് വേണ്ടിയിട്ടുള്ള സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 250 ml കപ്പിൽ 2 കപ്പ് പാലെടുക്കുന്നുണ്ട്. ഇതൊരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുന്നേ തന്നെ 6 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ പാലൊന്ന് തിളക്കുന്നവർ വെയിറ്റ് ചെയ്യുക. പാലൊന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ കുറച്ച് പാലിലോ കലക്കിയിട്ട് കട്ടിയൊന്നും കൂടാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലോർ ഒഴിച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. അത് പെട്ടെന്ന് തന്നെ കുറുകി. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക പൊട്ടിച്ചിടുക. ഏലക്കക്ക് പകരം നമുക്ക് വാനില എസൻസ് ഒരു ഡ്രോപ്പ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ പാല് ചെറുങ്ങനെ കുറുകി വരുന്ന സമയം നേരത്തെ ഉണ്ടാക്കി വെച്ച ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഇളക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ, ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മെല്ലനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ കുറേ സമയമൊന്നും വെക്കണ്ട, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് റെഡിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഡെസേർട്ടാണ്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയം നല്ല തണുപ്പിച്ചിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. ഗുലാബ് ജാമുനെല്ലാം സെർവ് ചെയ്യുന്ന പോലെ ബോൾസ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് സിറപ്പ് ഇട്ടിട്ട് സെർവ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ ബോൾസ് ഇടാതെ തന്നെ സിറപ്പ് വെറുങ്ങനെ കുടിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് വേണമെങ്കിലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് റെസിപ്പി ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞ് റെസിപ്പീസും വ്ളോഗ്സും ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.